നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് പ്രധാനപ്പെട്ട വേദികളാണ്. ഓക്കെ, പ്രധാനപ്പെട്ട വേദികൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന 2026 പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വേദികൾ. ഓക്കെയാണേ 2026 G20 ഉച്ചകോടി 21ാമത് G20 ഉച്ചകോടിയാണ് 2026 നടക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? USA ആണ് കേട്ടോ. ഏത് രാജ്യമാണ്? USA നോർത്ത് അമേരിക്കൻ കൺട്രിയാണ് കേട്ടോ. നോർത്ത് അമേരിക്കൻ കൺട്രിയാണ്, അതായത് വടക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ് ഏത്? USA ഏത് നഗരത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിയാമി നഗരത്തിൽ വെച്ചാണ് കേട്ടോ. മിയാമി നഗരം. ഇനി 2027 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ ഓപ്ഷനിൽ ഇല്ല എങ്കിൽ ഇംഗ്ലണ്ട് എഴുതി വെച്ചോണം കേട്ടോ. ഇംഗ്ലണ്ട്. ഇനി 2028 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് കൊറിയയാണ് കേട്ടോ. കൊറിയ, സൗത്ത് കൊറിയയാണ്. ഇനി അടുത്തതാണ് ആസിയാൻ. ഓക്കെ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് നമ്മൾ പറയുന്ന ആസിയാൻ 2026 വേദിയാകുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഫിലിപ്പൈൻസ്. ഇനി 2025 നടന്നത് ക്വാലാലംപൂർ എന്ന നഗരത്തിലാണ്. ക്വാലാലംപൂർ ഏത് രാജ്യത്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മലേഷ്യയിലാണ് കേട്ടോ. മലേഷ്യയിൽ. 2024 നടന്നത് വിയറൈ എന്ന നഗരത്തിലാണ്. അത് ലാവോസ് എന്ന രാജ്യത്താണ് കേട്ടോ. ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ ഏത് രാജ്യം? ലാവോസ് എന്ന രാജ്യമാണ് കേട്ടോ. ലാവോസ് എന്ന രാജ്യം. ഇനി കോപ്പ് ഉച്ചകോടികൾ. കോപ്പ് മീൻസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് കേട്ടോ. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. നിങ്ങൾ WMO എന്ന് കേട്ടിട്ടുണ്ടോ? വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. അതായത് 1950 മാർച്ച് 23 WMO നിലവിൽ വരുന്നത്. ആ മാർച്ച് 23 നമ്മൾ അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ വാർഷിക ഉച്ചകോടികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? കോപ്പ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കോപ്പ്. 2026 കോപ്പിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് തുർക്കിയാണ് കേട്ടോ. തുർക്കിയിലെ ഏത് പട്ടണം? അന്റാലിയ എന്ന നഗരമാണ് കേട്ടോ. അന്റാലിയ എന്ന നഗരമാണ് 2026 വേദിയാകുന്ന നഗരം. എന്നാൽ തുർക്കിയോടൊപ്പം ഈ പറയുന്ന വേദിക്ക് മത്സരിച്ച ഒരു രാജ്യമുണ്ട്, അത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ഏതായിരുന്നു ആ രാജ്യം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഓസ്ട്രേലിയ. ഇനി 2025 ഉണ്ടല്ലോ, 2025 കോപ്പ് 30. ഓക്കെ, കോപ്പ് 30 ആണ് 2025. അത് കോപ്പ് 30 ആണ്. എന്നാൽ 2026 നടക്കാൻ പോകുന്നത് ഏതാണ്? അത് കോപ്പ് 31 ആണ് നടക്കാൻ പോകുന്നത് കേട്ടോ. കോപ്പ് 31 ആണ് നടക്കാൻ പോകുന്നത്. ഇതിന് കോപ്പ് 30ക്ക് വേദിയായ നഗരം ചോദിച്ചാൽ അത് ബെലീം പട്ടണമാണ്. അത് ബ്രസീൽ എന്ന രാജ്യത്താണ് കേട്ടോ. ഏത് രാജ്യത്താണ്? ബ്രസീൽ എന്ന രാജ്യത്താണ്. ഏത്? ബെലീം പട്ടണം. ആമസോൺ ഉണ്ടല്ലോ, ആമസോൺ മഴക്കാടുകളുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരമാണ് ഏത്? അത് ബെലീം പട്ടണമാണ് കേട്ടോ. അത് ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം ചോദിച്ചാൽ ഏതാണ്? അത് ബെലീം പട്ടണമാണ് കേട്ടോ. ബെലീം പട്ടണം. ഇനി കോപ്പ് 2024 നടന്നു. കോപ്പ് 29. ആ കോപ്പ് 29 വേദിയായത് ബാക്കു എന്ന നഗരമാണ് കേട്ടോ. ബാക്കു അസർബൈജാനിലാണ്. ബാക്കു എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അസർബൈജാനിലെ നഗരമാണ് ഏത്? ബാക്കു. ഇനി അടുത്തതാണ് ബ്രിക്സ് ഉച്ചകോടി. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ് കേട്ടോ. 18ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് 2026. അത് വേദിയാകുന്നത് ഇന്ത്യയാണ്. ഇനി 2025 വേദിയായത് ഏത്? റിയോ ഡി ജനീറോ ബ്രസീലിലാണ് കേട്ടോ. റിയോ ഡി ജനീറോ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ബ്രസീലിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് ഏത്? അത് റിയോ ഡി ജനീറോയാണ് കേട്ടോ. ഇനി അതുപോലെ ബ്രസീലിൻ്റെ തലസ്ഥാനം നിങ്ങളത് ചോദിച്ചാൽ ഏതാണ്? അത് ബ്രസീലിയയാണ് കേട്ടോ. ബ്രസീലിൻ്റെ ക്യാപിറ്റൽ ചോദിച്ചാൽ ഏതാണ്? അത് ബ്രസീലിയയാണെന്ത്? ബ്രസീലിൻ്റെ ക്യാപിറ്റല്. ഇനി 2024 ബ്രിക്സിന് വേദിയായത് കസാൻ എന്ന നഗരമാണ്. അത് റഷ്യയിലാണ് കേട്ടോ. റഷ്യ. ഇനി അടുത്താണ് ഒളിമ്പിക്സ് ആയാലും പാരാ ഒളിമ്പിക്സ് ആയാലും ഒരുപോലെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഒളിമ്പിക്സ് അല്ലെങ്കിൽ പാരാ ഒളിമ്പിക്സ് 2024 വേദിയായത് പാരീസാണ്. പാരീസ് ഫ്രാൻസിലാണ്. ഓക്കെ, ഫ്രാൻസിലാണ് ഏത്? പാരീസ് നഗരം. ഓക്കെ,
2028 വേദിയാകുന്ന രാജ്യം ലോസ് ഏഞ്ചൽസ് അമേരിക്കയാണ് കേട്ടോ. രാജ്യം അമേരിക്കയാണ്. അമേരിക്കയിൽ ഏത് നഗരം എന്ന് വെച്ചാൽ ഏത് നഗരമാണ്? ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. ലോസ് ഏഞ്ചൽസ്. ഇനി 2032 ഉണ്ടല്ലോ, 2032 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ബ്രിസ്ബെയിനാണ് കേട്ടോ. ഏതാണ്? ബ്രിസ്ബെയിൻ. അത് ഓസ്ട്രേലിയൻ നഗരമാണ്. ഓസ്ട്രേലിയൻ നഗരം. ഇതേ സംഭവങ്ങൾ തന്നെയാണ് 2024 പാരീസിലായിരുന്നു, 2028 ഇവിടെ ലോസ് ഏഞ്ചൽസിലാണ്, 2032 ഇവിടെ ബ്രിസ്ബെയിനിലാണ് ഏത് പാരാ ഒളിമ്പിക്സ് നടക്കുന്നത് കേട്ടോ. ഇത് കൃത്യമായിട്ടും പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്തതായിട്ട് കോമൺവെൽത്ത് ഗെയിംസ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ നഗരം ബെർമിംഗ്ഹാം ആണ്. അത് ഇംഗ്ലണ്ടിലെ നഗരമാണ്. ഇംഗ്ലണ്ടിലെ നഗരം. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഗ്ലാസ്ഗോ ആണ് കേട്ടോ. ഏതാണ്? ഗ്ലാസ്ഗോ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് സ്കോട്ട്ലൻഡിലാണ് കേട്ടോ. സ്കോട്ട്ലൻഡിലാണ്. ഇനി ഇന്ത്യ 2030 വേദിയാകുന്നുണ്ട് കേട്ടോ. ഇന്ത്യ വേദിയാകുന്നത് 2030 വേദിയാകുന്ന നഗരം അഹമ്മദാബാദാണ്. ഓക്കെയാണ്. അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ഇനി അടുത്തതായിട്ട് ഫിഫ വേൾഡ് കപ്പ്. 2022 വേദിയായത് ഏതാണ്? അത് ഖത്തറാണ്. ഖത്തർ 2022 ഖത്തർ വേദിയായി. ഖത്തർ ഒരു ഏഷ്യൻ കൺട്രിയാണെന്ന് നമുക്കറിയാം. ഇനി 2026 ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശദമായിട്ട് കറണ്ട് അഫെയറിൽ പഠിക്കാം. 2026 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം USA, മെക്സിക്കോ, കാനഡ. ഓക്കെയാണ്. അതായത് നോർത്ത് അമേരിക്കയാണ്, വടക്കേ അമേരിക്കയാണ് എന്തിന് വേദിയാകുന്നത്? 2026 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്നത് വടക്കേ അമേരിക്കയാണ്. അവിടുത്തെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ USA, മെക്സിക്കോ, കാനഡ. ഈ 2026 വേൾഡ് കപ്പിന് ഉദ്ഘാടനം നടന്നത് മെക്സിക്കോയിലാണ് കേട്ടോ. അതിൻ്റെ സമാപനം എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? USA അത് വിശദമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. ഇനി 2030 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യമാണ് മൊറോക്കോ. മൊറോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എന്താണ് ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സെമി ഫൈനലിലെത്തുന്ന ആഫ്രിക്കൻ കൺട്രിയാണ് ഏത്? അത് മൊറോക്കോയാണ് അല്ലേ. മൊറോക്കോ. ഇനി മൊറോക്കോ കഴിഞ്ഞാൽ അടുത്തത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ, അതുപോലെ സ്പെയിൻ. അപ്പം മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ഇതിൽ പോർച്ചുഗലും സ്പെയിനും എവിടെയാണെടാ? യൂറോപ്പിലാണ്. എന്നാൽ മൊറോക്കോ എവിടെയാണ്? ആഫ്രിക്കയാണ് കേട്ടോ. ആഫ്രിക്ക. അതായത് നിങ്ങൾ ജിബ്രാൾട്ടർ കടലിടുക്കെന്ന് കേട്ടിട്ടുണ്ട്. ജിബ്രാൾട്ടർ കടലിടുക്ക് അതായത് ആഫ്രിക്കയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഏത്? ഈ ജിബ്രാൾട്ടർ കടലിടുക്ക്. അത് ഈ പറയുന്ന മൊറോക്കോ അതിർത്തിയിലാണ് വരുന്നത് കേട്ടോ. അതായത് ഈ പറയുന്ന മൊറോക്കോയുടെ അവിടെ നിന്ന് യൂറോപ്പിലോട്ട് പോകാൻ ജസ്റ്റ് ഒരു 14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്രയും അടുത്ത് കിടക്കുവാണ് കേട്ടോ. അതാണ് ഇവർ 3 പേരും കൂടെ എന്ത് ചെയ്തത്? ഈ പറയുന്ന ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളായിട്ട് മാറിയത്. അടുത്തതാണ് G7 ഉച്ചകോടി. G7 ഉച്ചകോടി കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അത് ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ്. ഓക്കെയാണേ. ഇനി 2026 വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. എന്നാൽ 2025 വേദിയായത് ഏതാണ്? കാനഡയാണ് കേട്ടോ. കാനഡ. കാനനാസ്കിസ് എന്നാണ് എന്ത് അതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിലോട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കാനനാസ്കിസ് എന്നാണ് എന്ത് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. അത് കാനഡയിലായിരുന്നു കേട്ടോ. 2024 വേദിയായിരുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഇറ്റലിയാണ്. ഇറ്റലി. 2024 ഇറ്റലി, 2025 കാനഡ, 2026 അത് ഫ്രാൻസ് ആണ്. 2026 ഫ്രാൻസ്.